ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. വീണ്ടും ഒരു കേറ്റഡ് പരീക്ഷ ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. ഈ വരുന്ന 22, 23 തീയതികളിലായിട്ടാണ് കേറ്റഡ് കാറ്റഗറി 1, 2, 3 and 4 എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും വേഗം പോയി ഡൗൺലോഡ് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റിൽ ചെല്ലാൻ നിൽക്കരുത്. കാരണം ചിലർക്കൊക്കെ ഫോട്ടോയുടെ ഇഷ്യൂ വന്നിട്ട് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് റീജനറേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഭാഗ്യപരീക്ഷണം നടത്താൻ നിൽക്കില്ല. അപ്പോൾ എത്രയും വേഗം എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒന്നിലധികം കാറ്റഗറികളിലൊക്കെ അപ്ലൈ ചെയ്തവരായിരിക്കും. അപ്പം മനസ്സിലാക്കുക, ഒന്നിലധികം ഹാൾ ടിക്കറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കും. കൃത്യമായിട്ട് നോക്കുക. ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ കാറ്റഗറി 2 and 3 അപ്ലൈ ചെയ്തവരാണെങ്കിൽ 2 ശനിയാഴ്ചയും 3 ഞായറാഴ്ചയായിട്ടാണ് പരീക്ഷ. ചിലപ്പോൾ സെൻറ്ററുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഒരു ടെൻഷൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഒരു സെൻറ്ററിൻ്റെ കാര്യത്തിലൊന്നും കൺഫ്യൂഷനൊന്നും വരില്ല. കൃത്യമായിട്ട് നോക്കാം ഏത് കാറ്റഗറിയുടെ പരീക്ഷ എവിടെ വെച്ചാണ് എന്ന് കൃത്യമായിട്ട് നോക്കാം. ഒരുപാട് ടെൻഷനൊന്നും അടിക്കാതെ കൂളായിട്ട് കാമായിട്ടിരുന്ന് എന്ത് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അറിയാലോ, അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ ഏത് ID പ്രൂഫാണോ കൊടുത്തത് ആ ID പ്രൂഫ് തന്നെ കൊണ്ടുപോകണം. പിന്നെ അതേപോലെ എന്താണ്, ഹാൾ ടിക്കറ്റ് കളർ പ്രിൻ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അവിടെ ഒരു എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് ഇൻവിജിലേറ്ററിന് നോക്കുന്ന ടൈമിൽ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലാകില്ല. ചിലരൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ തീരെ മഷി കുറഞ്ഞിട്ടുള്ള ആ ഒരു നല്ല കളറിൽ കാണാൻ പറ്റത്തില്ല, എലിജിബിൾ അല്ലാത്ത രീതിയിലൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എക്സാം എഴുതുന്നതിന് ചിലപ്പോൾ അതൊരു തടസ്സം നേരിട്ടേക്കാം. അപ്പോൾ ഉറപ്പ് വരുത്തുക ഹാൾ ടിക്കറ്റ് ക്ലിയർ ആണ്, ഫോട്ടോ ക്ലിയർ ആണെന്നുള്ള കാര്യമൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ ഇതുപോലെ കൃത്യമായിട്ട് തീയതി മനസ്സിലാക്കി വെക്കുക. എക്സാം ഹാള്, എക്സാം സെൻറ്റർ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ സമയവും. ഇപ്പോൾ കാറ്റഗറി 1 എക്സാം രാവിലെ ആണെങ്കിൽ കാറ്റഗറി 2 ഉച്ചയ്ക്കാണ്. അതേപോലെ തന്നെയാണ് കാറ്റഗറി 3 and 4ൻ്റെ കാര്യം. എത്ര മണിക്കാണ് പരീക്ഷയെന്നും കൃത്യമായിട്ട് എപ്പോഴാണ് ഹാളിൽ എത്തേണ്ടതെന്നും എല്ലാം നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡിൽ നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ എക്സാമിന് നമുക്ക് തീർച്ചയായിട്ടും അറിയാലോ, നമ്മുടെ പെന്നിൻ്റെ കാര്യം ബ്ലൂ ഓർ ബ്ലാക്ക് കളർ ബോൾ പോയിൻറ്റ് പെൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. OMR ഷീറ്റ് മാർക്ക് ചെയ്യുന്നതിൽ വളരെ വളരെ ശ്രദ്ധ വേണം. ഒരു ചെറിയ അശ്രദ്ധ പോലും എന്താണ് നിങ്ങളുടെ ആ ഒരു എക്സാം ക്വാളിഫൈ ആവുന്നതിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കും. പലർക്കും പറ്റുന്ന അബദ്ധമാണ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്ന സമയത്ത്. നമുക്കൊരു സെലക്ഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ കോളം തെറ്റി മാർക്ക് ചെയ്ത് പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ലാംഗ്വേജ് 1 and ലാംഗ്വേജ് 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്കോർ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഒരു 30 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്കൊക്കെ ഒറ്റയടിക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ശ്രദ്ധ കൊടുത്ത് തന്നെ മാർക്ക് ചെയ്യുക. എത്ര സമയമില്ലെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ കറക്റ്റായിട്ടാണോ എൻട്രി ചെയ്യണം, അതുപോലെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ അനുസരിച്ചുള്ള കറക്റ്റായിട്ടാണ് ആ കോഡ് തന്നെയാണ് നമ്മുടെ OMR ഷീറ്റിലെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഈ ഒരു നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മളൊരു എക്സാം പാസ്സായി ക്വാളിഫൈ ആയി കഴിഞ്ഞു, സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുള്ള ഹാൾ ടിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഉറപ്പ് വരുത്തുക ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടെന്നും. അവർ സൈൻ ചെയ്യും, എന്തെങ്കിലും ഒരു കാരണവശാൽ അവർ വിട്ടു പോയി കഴിഞ്ഞാൽ അത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ അതേപോലെ എക്സാം എഴുതി കഴിഞ്ഞ് ഹാൾ ടിക്കറ്റ് കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കാം. അതേ ഹാൾ ടിക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നീട് അതിൻ്റെ കോപ്പി എടുക്കാനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എക്സാം കഴിയുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഹാൾ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കാം. ഇനിയിപ്പോൾ ഉള്ള കുറച്ച് മണിക്കൂറുകൾ ഒരുപാട് ടെൻഷൻ അടിച്ച് നിങ്ങൾ പഠിക്കേണ്ട, സമാധാനമായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. അറിയാമല്ലോ, മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്കവാറുള്ള ടോപ്പിക്സിനെ പറ്റി ഷോർട്ട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കണ്ടൻറ്റ് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീഡിയോസാണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് കേട്ടതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ ഇനി ടെൻഷനൊന്നും അടിക്കാതെ സമാധാനമായിട്ട് ഏതെങ്കിലും പോർഷന് ഒത്തിരി പഠിക്കാനുണ്ടെങ്കിൽ ഒരുപാട് എംഫസിസ് കൊടുത്ത് അവിടെ നിൽക്കാതെ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ ക്ലിയർ ആക്കി കൊണ്ടുപോകാം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ടൈം മാനേജ്മെൻറ്റ് കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ. ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് ശീലിക്കുക. നമുക്കിപ്പം വാച്ച് എല്ലായിടത്തൊന്നും അലൗഡ് ആവണമെന്നില്ല. ചിലയിടത്തൊക്കെ കഴിഞ്ഞ തവണ വാച്ച് യൂസ് ചെയ്തെന്നും യൂസ് ചെയ്തില്ലെന്നും ഒക്കെ കേട്ടു. വാച്ച് ഇല്ലെങ്കിലും എക്സാം എഴുതാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവണം അല്ലേ. ഇപ്പോൾ PSC എക്സാമിനാണെങ്കിലും നമുക്കിപ്പം ക്ലോക്കും വാച്ചും ഒന്നും അലോട്ടഡ് അല്ലാത്ത ഹാളിലാണ് എക്സാംസ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈം മാനേജ് ചെയ്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എക്സാം എഴുതി പരിശീലിക്കണം. പിന്നെ എന്താണ്, ഇനിയുള്ള സമയം നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാതെ എന്താണ് അസുഖങ്ങളൊന്നും വരുത്തി വെക്കലും. ഹെൽത്തി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക.
അപ്പോൾ എന്താണ്, നല്ല രീതിയിൽ എല്ലാവർക്കും ഇത്തവണ എക്സാം എഴുതാൻ കഴിയട്ടെ, ഇത്തവണ തന്നെ എക്സാം പാസ്സാവാൻ കഴിയട്ടെ. A+ൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ഓൾ.